ദുർഗാ പൂജ ഈസ് ഓൾമോസ്റ്റ് അറൗണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് റൂമും വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദുർഗാ പൂജ, ദിവാലി, പിന്നെ അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ ക്രിസ്മസ്. കിട്ടിയത്രേ. ഗുഡ് മോർണിംഗ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ ഞങ്ങൾ ഫൈനലി ഒരു 2-2.5 ആഴ്ചത്തെ ഓണം വെക്കേഷന് ശേഷം തിരിച്ച് ഖത്തറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓക്കെ, സോ ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തമ്മിൽ കണ്ടിട്ട് തന്നെ മനസ്സിലായി കാണും. ഒരു ഹോം ബ്ലോഗ് പോലെയാണ്. കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട്. നമ്മൾ ഈ 2-2.5 പൂട്ടിയിട്ട് പോയാൽ അതിൻ്റേതായ എല്ലാ ചപ്പും ചവറുമൊക്കെ ഇവിടെ മീൻസ് അങ്ങനെയല്ല, ഡസ്റ്റ് കാര്യങ്ങളൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ക്ലീനൊക്കെ ചെയ്യാനുണ്ട്. കുറച്ചൊക്കെ ഞാൻ ഇന്നത്തെ കിച്ചൺ പരിപാടിയൊക്കെ കുറച്ചൊക്കെ ക്ലീനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും കുറച്ച് പരിപാടികൾ കൂടിയുണ്ട്. അതുകൂടാതെ ഇനിയിപ്പം ദശേര എത്താറായി. ദുർഗാ പൂജ ഈസ് ഓൾമോസ്റ്റ് അറൗണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് റൂമും വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഓക്കെ, സോ അതിൻ്റേതായ കുറച്ച് ക്ലീനിങ്ങും കൂടെയാണ് ഇന്നുള്ളത്. അപ്പോൾ ഇന്ന് ഏട്ടനും കൂടി ഉണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇന്നല്ലേ പെട്ടിയൊക്കെ അതേപോലെ ഇരിക്കുന്നുണ്ട്. കാരണം നമ്മൾക്കൊന്നും സമയം കിട്ടിയിട്ടുണ്ടായില്ല ഡ്രസ്സ് എടുത്ത് വെക്കാനും പിടിക്കാനും. അപ്പോൾ എന്തായാലും കബോർഡും ക്ലീൻ ചെയ്യണം. കബോർഡും ക്ലീൻ ചെയ്തിട്ട് കുറേ ആയി. അപ്പം ഡ്രസ്സ് എന്തായാലും അവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ട് നല്ല രീതിയിൽ എടുത്ത് വെക്കാൻ, നല്ല രീതിയിൽ നമ്മൾ പെട്ടിയിൽ തന്നെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, വേറെ എന്താ ഇപ്പോൾ പറയാനുള്ളത്? അപ്പോൾ ഇനി ദുർഗാ പൂജയൊക്കെ ആവാറായി. ഇനിയിപ്പോൾ പൂജാ സീസണാണ്, ഫുൾ ഫെസ്റ്റിവൽ സീസണാണ്. എൻ്റെ ഒരു വീക്ക്നെസ്സാണ് മെയിനായിട്ട് ഫെസ്റ്റിവൽ സീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദുർഗാ പൂജ, ദിവാലി, പിന്നെ അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ ക്രിസ്മസ്. ഇതൊക്കെ ഫുൾ ഇനിയിപ്പോൾ ഫെസ്റ്റിവൽ സീസൺസിൻ്റെ കാലമാണ്. അപ്പം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ ക്ലീനിങ് ആയാലും അതിൻ്റെ ഒപ്പം തന്നെ ഡെക്കറേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഫെസ്റ്റിവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. ഞാൻ ഒരു മാസം മുന്നേ ഇതിൻ്റെ പ്ലാനിങ് ഒക്കെ തുടങ്ങി വയ്ക്കുക, എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത്. അതുപോലെ ചിലപ്പോൾ ലാസ്റ്റ് വരില്ല, എന്നാലും അവിടെ ഇവിടെയൊക്കെ ഒരു ഇതുപോലെ എത്തിക്കാനുള്ള ഒരു ശ്രമം ഞാൻ എന്തായാലും നടത്താറുണ്ട്. ഓക്കെ, സോ അതുകൂടാതെ ഇന്ന് എനിക്ക് എന്താ പറയുക, ഈവനിങ് ഞങ്ങളൊന്ന് പുറത്ത് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് സാധനങ്ങൾ കൂടെ മേടിക്കാനുണ്ട് ഈ പൂജ റിലേറ്റഡ് ആയിട്ട് തന്നെ. കാരണം കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ കുറച്ചൊന്നും എനിക്ക് അവിടെ നിന്ന് എന്തോ കിട്ടിയില്ല. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. പോയാൽ അറിയാം, ഇപ്പോൾ വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം 3-ാം തീയതി തൊട്ടാണ് ദീപാവലിന്ന് ദുർഗാ പൂജയുടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റേതായ സാധനങ്ങളൊക്കെ എത്തി തുടങ്ങിയോന്ന് എനിക്കറിയില്ല. അവിടെ കഴിഞ്ഞ വർഷമൊക്കെ ഏകദേശം നേരത്തെ തന്നെ എത്തി തുടങ്ങിയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ പോയി നോക്കണം. ഇന്നിപ്പോൾ ഈ ഒരു ഈവനിങ് ആകുമ്പോൾ പോയി നോക്കണം. ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, വെയിലൊക്കെ നല്ലോണം വെയിലുണ്ട്, എന്നാലും ആ ചൂടൊന്ന് കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇത്തിരി ഒരു തണുപ്പൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒക്ടോബർ നവംബറൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പ് വരാൻ തുടങ്ങും. സോ ഇപ്പോൾ നമുക്ക് പുറത്ത് രാവിലെ ഇറങ്ങുകയാണെങ്കിൽ കൂടി നല്ല സുഖമാണ് നടക്കാനൊക്കെ, ഓവർ ചൂടില്ലാത്തതുകൊണ്ട്. ഓക്കെ, സോ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. സോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, എൻ്റെ പേര് സ്നേഹ, ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, എന്നാലേ എൻ്റെ പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. സോ ഇനിയുള്ള കുറച്ച് വ്ളോഗ്സ് വീഡിയോസൊക്കെ ചിലപ്പോൾ പൂജ റിലേറ്റഡ് ആയിരിക്കും എന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ആവണമെന്ന് ഞാൻ വിചാരിക്കും. മീൻസ് പൂജ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ്, എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഒപ്പം ഷെയർ ചെയ്യാമെന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത്. ദുർഗാ പൂജ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് മെമ്മറീസിൽ ഫസ്റ്റ് വരുന്നത്, ഞാൻ പഠിച്ചതൊക്കെ നോർത്ത് ഈസ്റ്റിലാണ്. സോ അവിടുത്തെ ദുർഗാ പൂജ എന്ന് പറയുന്നത് ഭയങ്കര വലിയ സെലിബ്രേഷനാണ്. ഈവൻ ഇഫ് ഇറ്റ്സ് കൊൽക്കത്ത ആയാലും എന്താ പറയുക, ഡാർജിലിംഗ്, ഞാനിരുന്നത് അസാം, ഡാർജിലിംഗ് ആ ഭാഗങ്ങളിലാണ്. സോ അവിടെയൊക്കെ വലിയൊരു സെലിബ്രേഷൻ തന്നെയാണിത്. സോ ചെറുപ്പം തൊട്ടേ ഈ ഒരുപാട് മീൻസ് എന്താ പറയുക, അങ്ങനെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഈ ഒരു സീസണൊക്കെ ആകുമ്പോൾ അവിടെ ഫുള്ളും മെയിനായിട്ട് ഈ ചെണ്ടുമല്ലി ഉണ്ടല്ലോ, ഓറഞ്ച് മഞ്ഞ ചെണ്ടുമല്ലികളൊക്കെ കുറേ ഇങ്ങനെ ഗാർഡനിൽ പൂത്ത് നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ടുള്ള മാലയൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ഡോറിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ തൂക്കും. സോ അതൊക്കെ നല്ലതാണെന്ന് പറയും. അങ്ങനെ തൂക്കണതൊക്കെ നല്ലൊരു ഇതാണ് പറയും. പിന്നെ
നമ്മൾ നാട്ടിലെത്തിയ ശേഷം അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ല. എന്നാലും നമ്മൾ മാക്സിമം അതുപോലെയൊക്കെ ചെയ്യാൻ നോക്കാറുണ്ട്. കാരണം ടുവേർഡ്സ് സൗത്ത് ആകുമ്പം, സൗത്തിലേക്ക് വരുമ്പം കേരളയിൽ ഇറ്റ്സ് മെയിൻലി സരസ്വതി പൂജ, ഇറ്റ്സ് നോട്ട് ദുർഗാ പൂജ. സരസ്വതി പൂജയാണ് ഇവിടെ കൂടുതൽ. 9 ദിവസം ആ ഒരു ഇത് ഉണ്ടാവും. ലൈക്ക് ഓരോ രൂപങ്ങളുണ്ടല്ലോ, ദേവിയുടെ ഓരോ രൂപങ്ങളെ നമ്മൾ ഇതായി തൊഴുകുമല്ലോ, അങ്ങനെ ഓരോ ഇതുണ്ടല്ലോ. ലാസ്റ്റ് വരുന്നത് എന്തായാലും സരസ്വതി പൂജയാണ് ടുവേർഡ്സ് കേരള. അത് ഇതിൽ എനിക്ക് അങ്ങനെയാണെന്ന് അത്ര ഐഡിയ ഇല്ല. പക്ഷേ ടുവേർഡ്സ് നോർത്ത് ഇറ്റ്സ് ദുർഗാ പൂജ. പിന്നെ പണ്ടാലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് അതൊക്കെ കാണാനൊക്കെ പോകാറൊക്കെ ഉണ്ട് ഞങ്ങൾ. സോ ഇവിടെ അങ്ങനെയൊന്നുമില്ല, നാട്ടിൽ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. അവിടെ പക്ഷേ ആ 9 ദിവസവും വലിയൊരു സെലിബ്രേഷനാണ്. സോ അതൊക്കെ ഞാൻ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതൊക്കെ മൈൻഡിൽ വെച്ചുകൊണ്ടാണ് ഞാൻ എപ്പോഴും എല്ലാ ഫെസ്റ്റിവൽസും സെലിബ്രേറ്റ് ചെയ്യാറ്. ഓക്കെ, സോ അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ദുർഗാപൂജ, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ദുർഗാപൂജയൊക്കെ എങ്ങനെയായിരുന്നു? ഐ ഹോപ്പ് എല്ലാവർക്കും ഒരു എന്താ പറയുക ഇതുണ്ടാവും, മെമ്മറീസ് ഉണ്ടാവും. സോ പ്ലീസ് ടു കമൻറ്റ് ഡൗൺ യുവർ ദുർഗാപൂജ മെമ്മറീസ്. ഓക്കെ, ദുർഗാപൂജ ആയാലും ദീപാവലി ആയാലും വാട്ട് എവർ മെമ്മറീസ് യു ഹാവ് ഇൻ യുവർ ചൈൽഡ്ഹുഡ് യു ക്യാൻ കമൻറ്റ് ഡൗൺ. ഓക്കെ, വേറെ ഇപ്പം എന്താ പറയാനുള്ളത്? ഇപ്പോൾ ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. സോ ഇനിയിപ്പോൾ നമുക്ക് ക്ലീനിങ് സമയത്ത് കാണാം. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാണ്ട് ഇവിടെ ഏകദേശം 8 മണി കഴിഞ്ഞു. ഇന്നിപ്പോൾ എന്തോ ഇതിന് ഞാൻ നേരത്തെ എണീറ്റു. ഇന്നൊരു 6:30 ആകുമ്പോഴേക്കും ഞാൻ എണീറ്റു. അല്ലെങ്കിൽ സാധാരണ ലീവുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ഞാൻ മെല്ലെ എണീക്കാറുള്ളൂ. എന്തോ 6:30 എണീറ്റു. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം. ഓക്കെ, സോ അപ്പോൾ ഇനി അപ്പോൾ കാണാം. സോ പണി ചെയ്യണം മുന്നേ തന്നെ ഞാൻ രാവിലെ തന്നെ എന്താ പറയുക, ഹെയർ വാഷ് ഡേ ആയതുകൊണ്ട് എൻ്റെ മുടി നന്നായി ഓയിൽ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്തുകൊണ്ടിരിക്കണേ. നല്ലൊരു ഷാമ്പൂ ഇട്ടൊരു കുളി, അത് വീക്ക്ലി വൺസ് ഞാൻ ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഈ എണ്ണ അമ്മ എനിക്ക് നാട്ടിൽ നിന്ന് കാച്ചി തന്നതാണ് കേട്ടോ. ഇതിൽ എന്തൊക്കെ ഇട്ടിട്ടുണ്ട്, എന്തൊക്കെയാണെന്ന് എനിക്ക് കാര്യമായിട്ട് അറിയില്ല. പക്ഷേ നല്ല ഓയിലാണ് കേട്ടോ, നല്ല ഹെയർ ഗ്രോത്തും കാര്യങ്ങളൊക്കെ തരാറുണ്ട്. സോ ഞാൻ ഇതുപോലെ രാവിലെ തന്നെ എല്ലാം ചെയ്ത് വെച്ചിട്ട് റെഡിയാക്കി കേട്ടോ. ഫൈനലി എൻ്റെ ഹെയർ ഓയിലിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പണിയിലേക്ക് കിടക്കാം. ഇപ്പോൾ തന്നെ ഹെയർ ഓയിൽ ചെയ്ത് വെച്ചാൽ നന്നായി അവിടെ പിടിക്കുമല്ലോ. ഞാൻ നല്ലൊരു ഷാമ്പൂ ഇട്ടൊന്ന് നന്നായി കുളിക്കണമെന്ന് വിചാരിക്കുന്നു. സോ കുറച്ച് നേരം എണ്ണ എന്താ പറയുക തേച്ച് വെച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ പണിയൊക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം നന്നായി അബ്സോർബൊക്കെ ചെയ്ത് റെഡിയാവും. ഓക്കെ, അപ്പം ഇനി നമുക്ക് നമ്മുടെ പണിയിലേക്ക് കിടക്കാം. കുറേ പണിയുണ്ട്. ഓക്കെ,
എന്താണ്? ഗാന്ധാരി. ഗാന്ധാരനോ? ഗാന്ധാരി. കിട്ടിയത്രേ. ഗാന്ധാരി ക്ലീനിങ്ങിൻ്റെ ഇടയിൽ കൂടെ ഓരോ കോപ്രായത്തിലും പറ്റില്ല. സിലി തിങ്സ്. ഈ വാച്ച് ഒന്ന് ശരിയാക്കി തരണം കേട്ടോ, ഇപ്രാവശ്യമെങ്കിലും. ഇടാനുള്ള മോഹം കൊണ്ടാണ്. സോ നമ്മുടെ ക്ലീനിങ് പരിപാടി പാതി ആയിട്ടുണ്ട്. കബോർഡൊക്കെ ഏകദേശം ക്ലീനായി. നമ്മുടെ എന്താ പറയുക, ലഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ബാക്കി പരിപാടികൾ ചെയ്യാൻ. കടിക്കുന്നു കൊതു. പിന്നെ മെയിനായിട്ട് നമ്മൾ കിച്ചണിൻ്റെ ഇതൊക്കെ ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചതാണ്. പിന്നെ ജസ്റ്റ് ഇത് ഈ ഒരു റാക്ക് മാത്രം ഒന്ന് വൃത്തിയാക്കാനുണ്ട്. ഫ്രിഡ്ജൊന്ന് വൃത്തിയാക്കാനുണ്ട്. പിന്നെ സാധാരണ അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം, അത്രയൊക്കെ ഉള്ളൂ. വേറെ എന്താ പരിപാടി എന്ന് വെച്ചാൽ കേർട്ടൻസ് മാറ്റാനുണ്ട്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അടിച്ച് തുടച്ച് ഇടണം. കുറേ ചെരുപ്പ്, ഷൂവ് ഇതൊക്കെ കഴുകാനൊക്കെ ഉണ്ട്. അങ്ങനത്തെയും കുറച്ച് പരിപാടികളുണ്ട്. ഇനിയിപ്പോൾ ലഞ്ചായ ശേഷം, ലഞ്ച് കഴിച്ച ശേഷം അടുത്ത പരിപാടി ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ഓക്കെ, പിന്നിപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ലഞ്ചിന് ഇന്ന് ഭയങ്കര സിമ്പിളാണ്. ചോറ്, പിന്നെ നമ്മുടെ വാഴയ്ക്കയും പയറുമണി ഉണ്ടായിരുന്നു. പയറുമണിയും കൂടെ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, പച്ചമുളക് ഇട്ട് എന്താ പറയുക, ഇത് ചെയ്യില്ലേ, കടുക് പൊട്ടിച്ചിട്ട് മെഴുകി പുരട്ടി എന്താ പറയും, ആ സംഭവം. അതിൻ്റെ ഒരു ഉപ്പേരി, മോര് കച്ചണം. സോ ഇറ്റ്സ് സിമ്പിൾ ലഞ്ച് ഇന്നത്തെ. ഓക്കെ, പിന്നെ ഇപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചു, ലഞ്ചൊക്കെ കഴിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പോണ്? ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് പണിയെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഭയങ്കര എന്താ പറയുക, എന്താ പറയുക, വയ്യാതെ അല്ല, എന്താ അല്ലേ, എന്ത്, അയ്യോ വായിൽ വരുന്നില്ല, ക്ഷീണിക്കല്ല, എന്താ പറയാ, അയ്യോ ലേസിനെ മലയാളത്തിൽ എന്തെന്ന് പറയും? മടി 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 പണിയെടുക്കാൻ മടി. എന്തായാലും ഇന്ന് ഫുള്ള് പണിയൊന്നും തീരാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ കുറച്ച് ഒരു കർട്ടൻ മാറ്റൽ പണികളൊക്കെ ഇനി ചെയ്യുന്നുള്ളൂ. അതിന് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഒരു 2 മണി ആവാനായി. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഒരു സിനിമയൊക്കെ കാണാമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്, അറിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഫൈനലി എൻ്റെ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞു, അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. പക്ഷെ ഇന്ന് എനിക്ക് പാതി പണി ചെയ്യാൻ പറ്റിയില്ല. സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടേയിരുന്നു, അത് കംപ്ലീറ്റ് ആവണ വരെ. അപ്പോൾ അതിന് ടൈം പോയി. 4:15 ആയി സിനിമ കഴിയുമ്പോൾ തന്നെ. അപ്പോൾ പിന്നെ ഇന്നത്തെ പണി എന്തായാലും കബോർഡ് വൃത്തിയായി, അതായിരുന്നു മെയിൻ പണി. സോ അതെന്തായാലും സെറ്റിലായി. ഇനിയിപ്പോൾ കുറച്ച് ചെറിയ ഇതേ ഉള്ളൂ. അപ്പോൾ നാളെ രാവിലെ, നാളത്തെ ഒരു ദിവസം കൂടെ ഇത് തീരുന്നു വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് അടിച്ചൊക്കെ വാരി വിട്ടു, ക്ലീൻ ചെയ്ത് വിട്ടു. ഇനിയിപ്പോൾ ഒന്ന് പോയി കുളിക്കണം. ഓക്കെ, കുളിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇനിയിപ്പം ഈവനിങ് സമയം ഇവിടെ 5 മണിയൊക്കെ ആവാനായി തോന്നുന്നു. 5 മണി കഴിഞ്ഞു ഒന്നും അറിയില്ല. പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഞാൻ അത് ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഇന്ന് പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അതും കൂടെ ഞാനിൽ ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ നാളത്തെ പരിപാടി കൂടെ ഞാൻ ഈ വീഡിയോൻ്റെ ഒപ്പം ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ശരി, ഞാൻ കുടിയൊക്കെ കഴിഞ്ഞ് വരാം, എന്നിട്ട് കാണാം.
ഫൈനലി ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. റെഡിയാവും മീൻസ് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഒരു ചായ കുടിക്കാൻ പോകണം. ചായ കുടിക്കാൻ പറ്റിയില്ല 4 മണിക്ക്. അപ്പോൾ ഒന്ന് ചായയൊക്കെ കുടിച്ച ഇവിടെ ഏകദേശം സമയമൊക്കെ 6:30 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളൊന്ന് പുറത്തിറങ്ങി കുറച്ച് ഗ്രോസറി വാങ്ങിക്കാനുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ വേറൊരു കാര്യത്തിനും കൂടെ പോകാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അത് ഇന്ന് നടക്കില്ല, കാരണം ഓൾറെഡി ഇത്ര ലേറ്റായി. പിന്നെ തിരിച്ചു വരുമ്പോൾ നല്ലോണം ലേറ്റാവും. അപ്പോൾ അത് മേ ബി നാളേക്ക് വെക്കാമെന്ന് വിചാരിക്കുന്നു. നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ പറയാം എന്താണ് എന്നുള്ളത്. ഓക്കെ, വേറെ ഇപ്പം എന്താ, പിന്നെ ഇപ്പം നമുക്ക് പുറത്ത് പോയിട്ട് കാണാം. പുറത്ത് എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പുറത്തിറങ്ങിയൊരു ചായ കുടിച്ചിട്ട് നേരെ പോയത് ദോഹ സെൻറ്റർ എന്ന് പറയുന്ന പ്ലേസിലേക്കാണ് കേട്ടോ. ഞാനിവിടെ ആദ്യമായിട്ടാണ് പോണത്. കേട്ടിട്ടുണ്ട് ഈ പ്ലേസിനെ പറ്റിയിട്ട്, പക്ഷേ അവിടെ പോയപ്പോഴാണ് അറിഞ്ഞ് അവിടെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ കിട്ടുന്നുള്ളത് കേട്ടോ. നമുക്ക് യൂട്ടൻസിൽസ് ആയാലും ഇപ്പം ഇങ്ങനത്തെ ഫാൻസി ഐറ്റംസ് ആയാലും ക്ലോത്ത്സ്, ഫുട്വെയർ, പിന്നെ നമുക്ക് കിച്ചൺ ഐറ്റംസ്, പലതരം സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ പോയിട്ട് കുറച്ച് നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു. പിന്നെ അത് ഇങ്ങനത്തെ സ്റ്റേഷനറി, എല്ലാ തരം സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. സോ നിങ്ങൾ കാണുക. സോ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബിക്കാനേർ വാലയിൽ പോയിട്ട് അവിടെ അടുത്ത് തന്നെയായിരുന്നു. സോ അവിടെ പോയിട്ട് ഏട്ടനൊരു മസാല ദോശയും ഞാൻ ഒരു വെജ് നൂഡിൽസ് കഴിച്ചു. പിന്നെ സ്വീറ്റ്സിൽ ഏട്ടനൊരു കുൽഫിയും ഞാൻ ഒരു രസഗുള്ളയാണ് കേട്ടോ കഴിച്ചത്. സോ ഇതിൻ്റെ പാർട്ട് 2 വന്നിട്ട് ഞാൻ അടുത്ത വ്ളോഗിലിടുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ.